നമ്മൾ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികളിൽ ഏത് മൂർത്തിക്കാണ് ശക്തി കൂടുതൽ? സത് ചിത് ഏകം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് 20 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് എത്താനാകുന്ന ഒരു പ്രദേശമുണ്ട് മള്ളിയൂർ. 1008 നാളികേരങ്ങൾ കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന വിശേഷമായ ഒരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മള്ളിയൂര്. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമായിട്ടാണ് ഓരോ ശ്ലോകത്തിനും രണ്ടുപേർക്കും അർച്ചന കഴിക്കും. നിവേദ്യവും കൊടുക്കുന്നുണ്ടെങ്കിലും അതും രണ്ടും ഒരുപോലെ കൊടുക്കുകയുള്ളൂ. ഭാഗവതത്തിൻ്റെ ഉപാസന കൊണ്ടാണ് എപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയാലും ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമാണ് അകത്തുണ്ട്. ഗണപതിയുടെ കൂടെ ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സങ്കല്പമാണ്. ഓഗസ്റ്റ് 21 മുതൽ 28 വരെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. 27 തീയതിയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിനായക ചതുർത്ഥി. പള്ളിവേട്ട ദിവസമാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മൾ എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നത്. അന്ന് രാവിലെ 10,008 നാളികേരത്തിന്റെ ഗണപതി ഹോമമാണ് ഇവിടെ നടക്കുന്നത്. വെളുപ്പിനൊരു 4 മണിക്ക് എത്തിയാൽ 4 മണി മുതൽ രാത്രി 12 മണി വരെ വിനായക ചതുർത്ഥിയുടെ നാൾ മള്ളിയൂർ ഗണപതി ക്ഷേത്രം നമ്മളുടെ ആദിവ്യാധികൾ അകറ്റാൻ, സകല വിഘ്നങ്ങളും ഇല്ലാതെയാക്കുവാനായി നട തുറന്നിരിക്കും. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. Moksha, Journey to the Self.